ബലാത്സംഗ കേസിൽ എം മുകേഷ് MLAക്ക് താൽക്കാലിക ആശ്വാസം. അടുത്ത മാസം 3 വരെ അറസ്റ്റ് തടഞ്ഞ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നാണ് മുകേഷിന്റെ വാദം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, 5 ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ല എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ വേണമെങ്കിൽ അതിനെ കാണാം. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. കോടതിയിലെ മുകേഷ് ഉയർത്തിയ വാദങ്ങൾ എങ്ങനെയായിരുന്നു ശ്രീകാന്ത്? ഇന്ന് അതീവ നാടകീയമായാണ് മുകേഷിന്റെ നീക്കങ്ങൾ ഉണ്ടായത് ഈ വിഷയത്തിൽ. അതായത് വൈകുന്നേരം വരെ മുകേഷിന്റെ ഭാഗത്തുനിന്നും മുൻകൂർ ജാമ്യത്തിന് നീക്കം ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി പിന്നീട് ഈ ജാമ്യാപേക്ഷയുമായി കീഴ്ക്കോടതിയെ, ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അഡ്വക്കേറ്റ് ജിയോ പോൾ മുഖേന 3 മണിക്ക്, കോടതി പിരിയുന്നതിന് തൊട്ടു മുൻപ് 3 മണിക്ക് ഈ ജാമ്യാപേക്ഷ കോടതി മുൻപാകെ എത്തി. അതിൽ പ്രധാനമായും മുകേഷ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: വിശദമായ വാദം കേൾക്കുന്നതിനായി തന്റെ അറസ്റ്റ് തടയണം, ജനപ്രതിനിധിയാണ്, ഇപ്പോൾ നടന്നിരിക്കുന്നത് ബ്ലാക്ക്മെയിലിംഗ് ആണ്, ഇതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ട്, വെറും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ തെറ്റാണ്, പോലീസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നും മുകേഷ് ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള സാവകാശം, സമയം തരണം എന്ന് മുകേഷ് ആവശ്യപ്പെട്ടു. തുടർന്ന് കോടതി ഈ മാസം 3-ാം തീയതി വരെ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞു. 3-ാം തീയതി വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. 3-ന് ഈ കേസിൽ, ഈ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. പക്ഷേ റീജിത്ത്, ഒരു നോട്ട് അറസ്റ്റ് കിട്ടിയാൽ പിന്നീട് ജാമ്യാപേക്ഷയിന്മേൽ വാദം കേട്ടാലും ഈ ജാമ്യം നൽകുന്നതാണ് ഒരു കീഴ്വഴക്കം. അങ്ങനെയാണ് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. അറസ്റ്റ് നടത്താം, പക്ഷേ ഈ ബോണ്ടിന്മേൽ ഇവരെ വിട്ടയക്കുന്നതിന്, പ്രതിയെ വിട്ടയക്കുന്നതിനുള്ള സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്യും. ഒന്നോർക്കണം, ബലാത്സംഗ കേസിലാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും നോട്ട് അറസ്റ്റ് ഇദ്ദേഹത്തിന്, മുകേഷിന് കിട്ടിയിരിക്കുന്നത്. മറ്റു പ്രതികൾക്കും സമാനമായ കേസുകളിൽ ജാമ്യം കിട്ടുന്നതിനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഉരുത്തിരിയുന്നത്. ശരിയാ ശ്രീകാന്ത്, വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. തന്റെ ഭാഗം വിശദമായി കേൾക്കണം എന്നുള്ള മുകേഷിന്റെ ആവശ്യം തൽക്കാലം കോടതി കേൾക്കുന്നുണ്ട്. 5 ദിവസം അറസ്റ്റ് പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 3-ാം തീയതി വിശദമായ വാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉണ്ടാകും. എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലമുണ്ട്. ക്ലിഫ് ഹൗസ് മാർച്ച്, അതിൻ്റെ വിശദാംശങ്ങൾ, പ്രതിഷേധം എങ്ങനെയായിരുന്നു, പോലീസ് സ്വീകരിച്ച സമീപനം, വിശദാംശങ്ങൾ എന്താണ് സലീം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യുവമോർച്ച ഇതുമായി ബന്ധപ്പെട്ട് സമരരംഗത്താണ്. പ്രത്യേകിച്ച് കൊല്ലത്ത് മുകേഷിന്റെ വസതിയിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുകയും അത് വലിയ സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ മുകേഷിന്റെ വസതിയിലേക്ക് വിവിധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നതിനിടെയാണ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് എന്ന നിലയിലേക്ക് യുവമോർച്ച എത്തുന്നത്. അതിന് കാരണം യുവമോർച്ചയുടെ ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം, മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ലിഫ് ഹൗസ് എന്ന മാർച്ച് എന്ന നിലയിലേക്ക് തെരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത്. മുകേഷ് രാജിവെക്കും വരെ സമരം തുടരും എന്നാണ് യുവമോർച്ചയും BJP സംഘടനകളുമൊക്കെ പറയുകയും ചെയ്യുന്നത്. ഇന്നുണ്ടായ മാർച്ച് ഏകദേശം അരമണിക്കൂറോളം സമയം ക്ലിഫ് ഹൗസ് പരിസരത്ത് പോലീസും ഈ യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ നിലയിലുള്ള സംഘർഷം ഉണ്ടായി, വാക്കേറ്റമുണ്ടായി. അതിനുശേഷം പിന്നീട് ഈ പലതവണ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിൽ ഒരു പ്രവർത്തകന് പരുക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ മുകേഷിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തുകയും ചെയ്തു. തെരുവിലിറങ്ങി നടന്നാൽ മുകേഷിന്റെ കരണമടിച്ചു പൊട്ടിക്കും എന്നായിരുന്നു യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ പറഞ്ഞത്. മാത്രമല്ല, മുകേഷിനെ റോഡിൽ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്നും പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. അങ്ങനെ എന്തായാലും യുവമോർച്ച വലിയ നിലയിലുള്ള പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിൽ സംഘടിപ്പിച്ചത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മോഡൽ വേണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ. തമിഴിലും സ്ത്രീകൾ സുരക്ഷിതരല്ല, അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരെ ചെരുപ്പൂരി അടിക്കണമെന്നും വിശാൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, മലയാളത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതും ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമൊക്കെ. ഈ പശ്ചാത്തലത്തിൽ മറ്റിടങ്ങളിലുമൊക്കെ ഈ സമാന സ്വഭാവത്തിലൊരു കമ്മിറ്റി വേണം, വിശദമായ അന്വേഷണം നടക്കണം എന്നുള്ള ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട്. അതിനിടയിൽ വിശാൽ വ്യക്തമാക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് മനേഷ് മൂർത്തി? റിജിത്ത്, നടികർ സംഘം ജനറൽ സെക്രട്ടറിയാണ് വിശാൽ. അദ്ദേഹം പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ തമിഴകത്തും അത്തരത്തിലുള്ള ഒരു സമിതി വേണം എന്നുള്ളതാണ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന ആളുകളെ ചെരുപ്പൂരി അടിക്കണം. മാത്രമല്ല, സ്ത്രീകൾ, തമിഴ് സിനിമയിലും സ്ത്രീകൾ സുരക്ഷിതരല്ല.
അവർക്ക് ബൗൺസേഴ്സ് ഇല്ലാതെ അഭിനയിക്കാൻ സാധിക്കാത്ത നിലയാണ് തമിഴ്നാട്ടിലുമുള്ളത്, തമിഴ് സിനിമാ രംഗത്തുമുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല 20% നടിമാർക്ക് മാത്രമാണ് നേരിട്ട് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് ലഭിക്കുന്നത്. ബാക്കിയുള്ള 80% ആളുകളും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരാക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം. മാത്രമല്ല നിരവധി പേർ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് നിരവധി പേർ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടുന്ന ഒരു നിലയുമുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. സമാനമായ രീതിയിൽ, അതായത് ഹേമ കമ്മിറ്റിക്ക് സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലും തമിഴ് സിനിമാ രംഗത്തും ഒരു അന്വേഷണം, ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു അന്വേഷണം വേണം എന്നുള്ളതും അദ്ദേഹം പറയുന്നു. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നടികർ സംഘം, അത് സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്, സിനിമാ രംഗത്തെ സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും തമിഴ് സിനിമയിലും സമാനമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള നടൻ വിശാൽ പറയുന്നത്. ശ്രീജിത്ത്. ശരി, മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. ലൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ നിർണായക തെളിവ്. സിദ്ദിഖും പരാതിക്കാരിയായ യുവനടിയും തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന് തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കേസിൽ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴി രേഖപ്പെടുത്തും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുകയാണ്. എറണാകുളം തമ്മനത്തെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. നേരത്തെ തന്നെ ഈ പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജോഷി ജോസഫിനോട് പങ്കുവച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ഈ അന്വേഷണവുമായി സഹകരിക്കും, മൊഴി നൽകും എന്നുള്ള കാര്യമൊക്കെ ജോഷി ജോസഫും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, നിതിൻ അംബുജൻ? രജിത്, അന്വേഷണ സംഘം ഇപ്പോൾ തമ്മനത്തെ വീട്ടിലെത്തി മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കാണ് 3 പേരടങ്ങുന്ന 2 വനിതാ ഉദ്യോഗസ്ഥരും ഒരു ഉദ്യോഗസ്ഥനടക്കം 3 പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തി ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കുന്നത് ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ ആ നടപടി പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ പ്രത്യേക അന്വേഷണ സംഘം നിലവിലെ ഈ കേസിന്റെ നടപടി ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയുള്ളൂ. എന്തായാലും 2009 പാലേരി മാണിക്യം സിനിമാ സെറ്റിൽ വെച്ചാണ് അത്തരമൊരു ദുരനുഭവം നടിക്കുണ്ടായത്, ബംഗാൾ നടിക്കുണ്ടായത്. ബംഗാൾ നടി അത് നമ്മൾ 24നോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം കടവന്ത്രയിലെ ഫ്ളാറ്റിലെത്തിയ ഈ നടിയോട് ലൈംഗിക താല്പര്യത്തോടെ തന്നെ രഞ്ജിത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ ലൈംഗിക താല്പര്യത്തോടെ ഇടപെട്ടു എന്നാണ് പരാതി. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ ജോഷി ജോസഫ് മൊഴിയെടുക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കടവന്ത്രയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. അതോടൊപ്പം പാലേരി മാണിക്യം എന്ന സിനിമയിൽ പ്രവർത്തിച്ച മറ്റ് അണിയർ പ്രവർത്തകരും ബന്ധപ്പെടാനുള്ള നീക്കമാണ് നടക്കുന്നത്. നേരത്തെ ഈ ബംഗാൾ നടി നടത്തിയ ഈ വെളിപ്പെടുത്തൽ അത് ജോഷി ജോസഫ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഒരു മാപ്പപേക്ഷയോട് തീരാവുന്ന പ്രശ്നമാണ് പിന്നീട് വലിയ തരത്തിലുള്ളൊരു നിയമ നടപടിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 354 വകുപ്പ് പ്രകാരമാണ് നോർത്ത് പോലീസ് കേസെടുത്ത് പിന്നീട് അത് SITക്ക് കൈമാറിയത്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. തമ്മനത്തെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ജോഷി ജോസഫിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. ശരി, രഞ്ജിത്തിനെതിരായ പരാതിയിൽ സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതിലൊരാള് ശ്രീ മുകേഷാണ്. അത്രയുള്ള പ്രശ്നം. അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നൊരു പ്രശ്നം, അതിനെ സംബന്ധിച്ച് നോക്കണം. മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യം, MLA സ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കെ മന്ത്രിയുടെ പ്രതികരണം, സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം, അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. പരാതി വാക്കാൽ ഉന്നയിച്ചവരെ അങ്ങോട്ട് സമീപിച്ചാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. മുകേഷ് MLAയുടെ കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷം പ്രതികരിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല ആരോപണങ്ങളിലും അന്വേഷണം നടന്നിട്ടില്ല എന്നും വീണ ജോർജ് പറഞ്ഞു. സർക്കാർ ഇത് സംബന്ധിച്ച് ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഒരാളെയും സംരക്ഷിക്കുകയുമില്ല. പരാതികൾ വാക്കാൽ ഉന്നയിച്ചവരെയും അങ്ങോട്ട് സമീപിച്ചുകൊണ്ട് അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 2013-14 കാലയളവിലൊക്കെ പല മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെട്ട പരാതികൾ ആണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ അന്നത്തെ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകളാണുള്ളത്. ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തണമെന്ന് BJP നേതാവ് സന്ദീപ് വചസ്പതി.
ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കണം. റിപ്പോർട്ടിൽ ആരോപിക്കുന്ന പ്രതികൾ ആരൊക്കെയെന്ന് സമൂഹത്തിന് അറിയണമെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തണം. സംസ്ഥാന സർക്കാരിന്റെ കസ്റ്റഡിയിലുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഒരു അന്വേഷണ സംഘം ദേശീയ വനിതാ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നടപടി വേണമെന്നാണ് BJPയുടെ ആവശ്യം. സംസ്ഥാന സർക്കാർ എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്, അവർക്ക് എന്താണ് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ബന്ധം, ഇതേ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ലൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ നിർണായക തെളിവ്. സിദ്ദീഖും പരാതിക്കാരിയായ യുവനടിയും തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന് തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടി. ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ മൊഴി രേഖപ്പെടുത്തും. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ സിദ്ദീഖിന്റെ കാര്യത്തിലാണെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് രജിസ്റ്റർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ജയസൂര്യയുടെ കാര്യത്തിലാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. രഞ്ജിത്തിന്റെ പരാതിയിൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ ഊർജിതമാക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ ഒടുവിലത്തെ നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ എങ്ങനെ? അജീഷ് ജയകുമാർ, പുതിയ വിവരങ്ങൾ എന്താണ്? അജീഷ് ജയകുമാറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ലൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ നിർണായക തെളിവ്. സിദ്ദീഖും പരാതിക്കാരിയായ യുവനടിയും തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന് തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. രജിസ്റ്റർ വിവരങ്ങളടക്കം ഈ പരാതിക്കാരി പറഞ്ഞ ദിവസം പരാതിക്കാരി ആ ഹോട്ടലിൽ എത്തിയിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളടക്കം അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ എങ്ങനെ? അജീഷ്. റീജിത്ത്, ഈ സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്ത് യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനായിരുന്നു ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി കേസെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2016 സിദ്ദിഖ് പീഡിപ്പിച്ചെന്ന യുവനടി മൊഴി നൽകിയ മസ്കറ്റ് ഹോട്ടലിൽ ഇന്ന് പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അതായത് ഈ യുവനടി 2016 ജനുവരി 28 ഈ 3 ദിവസങ്ങളിൽ സിദ്ദിഖ് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നു. ഇതിൽ 28-ാം തീയതിയാണ് യുവതി അവിടെ എത്തിയതെന്ന് പറയുന്നു. ആ ദിവസം യുവനടി അവിടെ എത്തിയതിന്റെ രേഖകൾ പോലീസ് കിട്ടിയിട്ടുണ്ട്. അതായത് സിദ്ദിഖ് താമസിച്ചിരുന്ന 1-ാം നിലയിലെ മുറിയിലേക്ക് പോകാൻ സന്ദർശക രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ട് ആരുടെ മുറിയിലേക്കാണ് പോകുന്നതെന്ന വിവരം എഴുതി വച്ചിരുന്നു. ആ രേഖകളാണ് പോലീസിന് കിട്ടിയത്. അന്നത്തെ CCTV ദൃശ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അത് വീണ്ടെടുക്കാനും സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് രജിസ്റ്റർ രേഖകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ആ പരിശോധനയിലാണ് നിർണായക രേഖകൾ പോലീസിന് കിട്ടിയത്. ഈ കേസിൽ, അതായത് ഈ നടി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ തന്നെ സിദ്ദിഖ് ഒരു പരാതി DGPക്ക് നൽകിയിരുന്നു. ആ പരാതിയിൽ സിദ്ദിഖ് പറയുന്നത് നീള തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഷോയിൽ വെച്ച് ഈ യുവനടിയെ കണ്ടിരുന്നു. അന്ന് മാതാപിതാക്കൾക്കൊപ്പമാണ് യുവനടിയെ കണ്ടത്. അതിനപ്പുറം ഒരു സംഭാഷണവും നടന്നിട്ടില്ല എന്നായിരുന്നു സിദ്ദിഖ് ഈ പരാതിയിൽ ആരോപിക്കുന്നത്. പക്ഷേ അത് നുണയാണെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അതിനുശേഷം ഈ നടി പറഞ്ഞത് ഈ നിലയിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം സിദ്ദിഖ് ഒരു സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് തന്നെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചുവെന്നും താൻ പോയി എന്നും അവിടെ വെച്ച് പീഡിപ്പിച്ചെന്നുമാണ്. അത് ശരിവെക്കുന്ന ഈ നടി അവിടെ പോയതിന്റെ ശരിവെക്കുന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് സിദ്ദിഖ് ഇപ്പോൾ കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം 1-ാം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ നടി നൽകിയ പരാതിയുടെയും പോലീസ് എടുത്ത FIRന്റെയും പകർപ്പ് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ അപേക്ഷ പിന്നീടായിരിക്കും കോടതി പരിഗണിക്കുക. എന്തായാലും ചടുലമായ നീക്കമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഉടനടി തന്നെ സിദ്ദിഖിനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ അനിൽ അക്കര ഹാജരാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ കാര്യമായ വകുപ്പുകൾ ചുമത്തുന്നുണ്ട്. അനിൽ അക്കരയുടെ പരാതിയിൽ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? സൂരജ് സജി. ഏകപക്ഷീയമായ ഒരു നടപടിയിലൂടെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് പോകുന്നതെന്ന വിമർശനങ്ങൾ ശക്തമായിരിക്കെയാണ് ഈ പരാതി നൽകിയ അനിലക്കരയുടെ തന്നെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. അനിലക്കരയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പരാതി നൽകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായി രാമനിലയത്തിൽ വെച്ച ഒരു മർദ്ദനം അത് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി, ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനിലക്കര പരാതി നൽകിയത്. പക്ഷേ ആ പരാതിയിന്മേൽ പോലീസ് ഈ അനിലക്കരയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറെടുത്തതല്ലാതെ
ഒരു നടപടിയിലേക്കും പോയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് നേരിട്ട് ഇതിന്റെ ഗൗരവം വെളിവാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഈ CD-യിൽ കോപ്പി ചെയ്ത അനിലക്കര ഇന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഈ മൊഴിപ്പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ വിഷയത്തിൽ കേസെടുക്കണം എന്നൊരു ആവശ്യമാണ് അനിലക്കര മുന്നോട്ട് വെക്കുന്നത്. മറുവശത്താകട്ടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ മണിക്കൂറുകൾക്കകം തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന ഏകപക്ഷീയമായ നടപടി അത് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിൽ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പാണ് ഇതിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഇവർ ഉയർത്തുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക്, അതായത് ഈ മാധ്യമപ്രവർത്തകരെ കൂടി വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ അനിലക്കര നൽകിയ പരാതിയിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ദുരന്തഭൂമിയിൽ പഠനം തുടരുമെന്ന് നിയമസഭാ പരിസ്ഥിതി സമിതി. റഡാർ, ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തും. കോഴിക്കോട് NIT-യിൽ നിന്നുള്ള സംഘം 2 ആഴ്ചയ്ക്കകം പരിശോധന നടത്തി പുനരധിവാസത്തിൽ തീരുമാനമെടുക്കും. കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കാൻ സർക്കാരിന് ശുപാർശ ചെയ്യും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. അഭിജിത്ത്, ഈ പഠനത്തിൻ്റെ സ്വഭാവം അതേത് തരത്തിലായിരിക്കും? അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ആശങ്ക, അത് പരിഹരിക്കാൻ എന്തെങ്കിലും നീക്കങ്ങളോ നടപടികളോ ഉണ്ടാകുമോ അഭിജിത്ത്? TK, ഇന്ന് രാവിലെയാണ് ഒരു നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി സന്ദർശനം നടത്തിയത്. വിലങ്ങാട് വിശദമായ ഒരു പരിശോധന, ഒരു പഠനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. EK വിജയൻ MLA-യുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. 6ഓളം MLA-മാരുണ്ടായിരുന്നു. അവർ പ്രധാനമായും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ സന്ദർശിച്ചു, നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഒപ്പം ഒരു പഠനവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടിക്കൊണ്ട് ഒരു വിശദമായ ഒരു റിപ്പോർട്ട് അത് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് EK വിജയൻ MLA വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ NIT സംഘം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടേക്ക് എത്തും. ആ NIT സംഘത്തിന്റെ കൂടി പരിശോധനയ്ക്ക് ശേഷമാകും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധന അതുകൂടി ഇനിയും നടക്കേണ്ടതുണ്ട്. അതുകൂടി നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ രീതിയിൽ പുനരധിവാസം സാധ്യമാകാത്ത രീതിയിൽ നശിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം ഈ സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഒരു സ്പെഷ്യൽ പാക്കേജ് കർഷകർക്കായി അനുവദിക്കാനുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യമാണ് നിലവിൽ ഈ നിയമസഭാ സമിതി, പരിസ്ഥിതി സമിതിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മറുപടി. അങ്ങനെ വിശദമായ ഒരു പഠനം നിലവിൽ ഈ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരു റിപ്പോർട്ട് അവർ ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. ഈ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവർക്കൊരു അടിയന്തര ധനസഹായം എത്തിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം അവിടെ പലരും ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുന്നുണ്ട്, കൃഷി നശിച്ചവരുണ്ട്. വിലങ്ങാട് ദുരന്തഭൂമിയിൽ പഠനം തുടരും. കൂടുതൽ സഹായത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നിയമസഭാ സമിതി വ്യക്തമാക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ കിട്ടിയത് ഇവിടെ പൂർത്തിയാവുകയാണ്.